ബാക്ക് ടു വേഗൽ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 9ലെ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചാലോ? സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ, അപ്പോൾ ഒരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണം എ ബി സിയിൽ എ ബിയുടെ നീളം 1 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ സിയുടെ നീളം 3 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? അപ്പോൾ ഈ ഒരു മട്ട ത്രികോണം നോക്കിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, എ സി എന്ന് പറയുന്നത് ഇതാ ഈ 90 ഡിഗ്രിക്ക് എതിരെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. സോ അതെന്താണ്, ഇവിടുത്തെ കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൻഡ് എ ബി ഇവിടെ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ബി സി എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ പാദം. ബി സി ഇവിടുത്തെ ബേസ് അല്ലെങ്കിൽ പാദമാണ്. സോ ബേസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് എപ്പോഴും എന്താണ്, ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ അതായത് ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 3 ആണ്. സോ 3 സ്ക്വയർ, പൈതഗോറസ് തിയറം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ്. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 സ്ക്വയർ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഇവിടെ ബേസ് എന്താണ്, ബി സി. അപ്പോൾ ബി സി സ്ക്വയർ പ്ലസ് ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എ ബി. എ ബി എത്രയാണ്? 1 സ്ക്വയർ ഈക്വൽ ടു കർണം ഇവിടെ 3 ആണ്, ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് വന്നു. സോ ഇവിടുന്ന് ബി സി സ്ക്വയർ എന്ത് വരും? 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഇസ് 9 മൈനസ് 1. അപ്പോൾ ബി സി സ്ക്വയർ 9 മൈനസ് 1 8 എന്ന് വന്നു. സോ ബി സി എത്ര വരും? ബി സിയുടെ സ്ക്വയർ ആണ് 8. സോ ബി സി എന്താ? √8. പക്ഷേ 8 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗ്ഗമല്ല. അപ്പോൾ √8 എന്നുള്ളത് നമുക്ക് എന്താ, ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്, ഒരു അഭിന്നക സംഖ്യയാണ്. സോ ബി സിയുടെ നീളം അപ്പോൾ എത്ര വന്നു? √8 അത്രയും സെന്റിമീറ്റർ എന്ന് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുക. എങ്ങനെ കാണാം? എങ്ങനെ ചുറ്റളവ് കാണാം? എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്താൽ മതി. സോ 3 + 1 + മൂന്നാമത്തെ സൈഡ് √8. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 3ഉം 1ഉം കൂടെ ആഡ് ചെയ്യാം. 4 എന്ന് വന്നു. 4 + √8 അത്രയും സെന്റിമീറ്റർ. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ ഈ 8 എന്ന് പറയുന്നത് റൂട്ടിനുള്ളിലാണ്. അതും ഈ 4ഉം കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഇനി √4 + √8 എന്നാണെങ്കിലോ അതും ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഈ ഉള്ളിലുള്ള സംഖ്യ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ √4 + √8 എന്നായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഇതിനെ √12 എന്ന് എഴുതാൻ പറ്റില്ല, അത് തെറ്റാണ്. ഇനി വിചാരിക്കാം √4 + 2√4 എന്നാണെന്ന്. അപ്പോൾ നോക്കിയേ, റൂട്ടിനുള്ളിലുള്ള സംഖ്യ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവരെ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ √4, ഇവിടെ 2√4. ഒരു √4 ഉണ്ട്, അതിൻ്റെ കൂടെ 2√4 വന്നു. ഒരു √4ൻ്റെ കൂടെ 2√4 വന്നു. അപ്പോൾ അത് എത്രയായി? 3√4, 3 √4കളായി. ഓക്കെ, അപ്പോൾ റൂട്ടിനുള്ളിലുള്ള സംഖ്യ സെയിം ആണെങ്കിലാണ് അവിടെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഓക്കെ, റെഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ എ ബി സി ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എ ബി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പോൾ എ ബി 5 സെന്റിമീറ്റർ ആണ് ആൻഡ് എ സി 5 സെന്റിമീറ്റർ ആണ്. എ ഡി ഈസ് 4 സെന്റിമീറ്റർ. എ ഡി 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ഡി ഇതാ ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന്. സോ എ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ പെർപെൻഡിക്കുലാർ ആണ്, അല്ലെ, ലംബമാണ്. എ ഡി എന്തിനോട് ലംബമാണ്? ബി സിയോട് ലംബമാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ബി ഡിയുടെ നീളം കാണാം. നോക്കിയേ, ഇവിടെ ഒരു മട്ട ത്രികോണം വന്നില്ലേ? വീണ്ടും തൊട്ട് മുമ്പ് ചെയ്ത പോലെ കർണമുണ്ട്, പിന്നെന്താണ്, ലംബവുമുണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. സോ നമുക്ക് ബേസ് കാണണം. അപ്പോൾ എന്ത് കണ്ടാൽ മതി? കർണം സ്ക്വയറിൽ നിന്നും എ എന്ന് പറയുന്നത് കർണം സ്ക്വയർ അതായത് 5 സ്ക്വയറിൽ നിന്നും എന്ത് കുറയ്ക്കുക? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കുറയ്ക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. സോ എത്ര വരും? 25 മൈനസ് 16 അതിൻ്റെ റൂട്ട്, ദാറ്റ് ഇസ് √9. ഓക്കെ, 9 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ് അല്ലേ? 3യുടെ സ്ക്വയർ ആണ് 9. സോ √9 എത്ര വരും? √9 എന്ന് പറയുന്നത് 3 എന്ന് വരും. സോ ഇവിടെ ആൻസർ എന്ത് വന്നു? 3 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 3 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ ബി സി. എ ബി സിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു
കാര്യമാണ്. എ ബി സി എന്ന് പറയുന്നത് ഒരു എന്താണ്? എ ബി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണം, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിൽ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ്സും ഇവിടെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിലേക്ക് നമ്മൾ ഇവിടെ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബം എന്താണ്? ഈ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ അല്ലാത്ത മൂന്നാമത്തെ സൈഡിലെ ആ മൂന്നാമത്തെ സൈഡിലേക്ക് ഇവിടെ നിന്നും വരയ്ക്കുന്ന ലംബം എന്ത് ചെയ്യും? ഈ സൈഡിനെ സമഭാഗം ചെയ്യും. തേർഡ് സൈഡിലേക്ക് ഇവിടെ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇവിടെ ഇതിനെന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അപ്പോൾ ബി തൊട്ട് ഡി വരെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡി തൊട്ട് സി വരെ എന്തെങ്കിലും 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഏത് കേസിൽ മാത്രം? ഐസോസിലസ് ട്രയാങ്കിളിലും ഇക്വലാറ്ററൽ ട്രയാങ്കിളിലും സമപാർശ്വ ത്രികോണങ്ങളിലും ഇക്വലാറ്ററൽ ട്രയാങ്കിളിലുമാണ് ഈ ഒരു കാര്യം വരുന്നുള്ളൂ. ബാക്കി ട്രയാങ്കിളിലൊന്നും ഇങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ആലോചിക്കുക, സമപാർശ്വ ത്രികോണത്തിൽ മൂന്നാമത്തെ സൈഡിലേക്ക് ഇവിടെ നിന്നും വരയ്ക്കുന്ന ലംബം ആ സൈഡിന് എന്ത് ചെയ്യും? സമഭാഗം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ അടുത്തത് എന്താണ്? അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോഴത്തും ഡി സിയും 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ ഇതാ നോക്കൂ, പെരിമീറ്റർ എ ബി സിയുടെ പെരിമീറ്റർ എന്താ? ഈ ലെങ്ത് 6 + 5 + 5 അപ്പോൾ എത്ര വന്നു? 16 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ വെറുതെ ഇവർ ഈ വൃത്തമൊക്കെ തന്നു. അത് വൃത്തം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടില്ല. ആക്ച്വലി എന്താ? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി മാത്രമേ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. റെഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 vertices of a square are on the circle. അപ്പോൾ ഇതാ ഒരു സ്ക്വയർ ഉണ്ട്, സമചതുരമുണ്ട്, അതിൻ്റെ 4 മൂലകളും എന്താണ്? ഈ സർക്കിളിലാണ്. ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ ഈസ് 4√2 സെൻറ്റിമീറ്റർ. സ്ക്വയറിൻ്റെ വികരണത്തിൻ്റെ നീളം, സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 4√2 സെൻറ്റിമീറ്റർ ആണ് വികരണത്തിൻ്റെ നീളം. ദെൻ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു സമചതുരം വരയ്ക്കാണ്, 4 മൂലകളും 4 വേർട്ടീസസും നമ്മുടെ സർക്കിളിലായിട്ട് വൃത്തത്തിന്മേലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്, ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഡയാമീറ്റർ ഓഫ് സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ വ്യാസം നമുക്ക് കിട്ടി. വ്യാസം അപ്പോൾ എത്രയാണ്? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയാണ്? 4√2 4√2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഡയമീറ്റർ 4√2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൃത്തത്തിൻ്റെ ആരം എത്ര? റേഡിയസ് ഇതിൻ്റെ പകുതി, 4√2ൻ്റെ പകുതി. അപ്പോൾ എന്താണ്? ഇവിടെ ഈ 4ഉം ഈ 2ഉം കട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? 2 തവണ 2√2 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൃത്തത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ വൃത്തത്തിൻ്റെ പരപ്പളവ്, ആ സർക്കിളിൻ്റെ എന്ത് കാണണം? ഏരിയ കാണണം. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? πr². π × r എത്രയാണ്? റേഡിയസ് 2√2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് 2√2 കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക? 2ൻ്റെ സ്ക്വയർ എഴുതുക. 2ൻ്റെ സ്ക്വയർ 4. 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എന്താ മക്കളെ? √2ൻ്റെ സ്ക്വയർ എന്താ? 2. √3യുടെ സ്ക്വയർ എന്താ? 3. √5ൻ്റെ സ്ക്വയർ എന്താ? 5. √10ൻ്റെ സ്ക്വയർ എന്താ? 10. അപ്പോൾ √xൻ്റെ സ്ക്വയർ എന്താ? x. ക്ലിയർ അല്ലേ? അപ്പോൾ √2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 4 × 2 8 പൈ അത്രയും ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, റെഡി. അപ്പോൾ 8 പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഏരിയ എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൃത്തത്തിൻ്റെ ആരം 4√2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ വൃത്തത്തിൻ്റെ ആരം റേഡിയസ് 4√2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്താണ് ചോദ്യം?
പരപ്പളവ്. എന്തിൻ്റെ പരപ്പളവ്? സമചതുരത്തിൻ്റെ പരപ്പളവ്. ശ്രദ്ധിക്കണം, ഈ ആരം, ഇപ്പോൾ വൃത്തത്തിൻ്റെ ആരം 4√2 സെൻറ്റിമീറ്റർ ആവുമ്പോൾ അവിടെ ഡയമീറ്റർ എന്താ വരിക? വ്യാസം എന്താ വരിക? ഇതിൻ്റെ ഇരട്ടി അല്ലേ? 4√2ൻ്റെ ഇരട്ടി. അതായത് എത്ര വരും? ഇവിടെ 4ഉം 2ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ എത്ര വന്നു? 8√2 എന്ന് വന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്തേ ഈ √2ഉം ഈ 2ഉം ഗുണിക്കാണ്ടിരുന്നത്? എപ്പോഴും നമുക്ക് ഗുണിക്കുമ്പോൾ റൂട്ടിനുള്ളിലുള്ള സംഖ്യകളെ ഒരുമിച്ച് ഗുണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു റൂള് പറഞ്ഞു. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ്? റൂട്ടിനുള്ളിലുള്ള സംഖ്യകൾ ഒരേപോലെ വരണം. ഇനി ഗുണിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. √2 × √3 നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യുക? 2 × 3 ചെയ്യുക. റൂട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് 2 × 3 ചെയ്യുക. അപ്പോൾ ഇതാ √2 × √3 എങ്ങനെയാണ്? ഇതിന് 2നും കൂടി ഒരു വലിയ റൂട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് 2 × 3. അപ്പോൾ എന്താവും? √6 എന്ന് വന്നു. അതുപോലെ തന്നെ ഹരിക്കുമ്പോഴും √10നെ റൂട്ടല്ല വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ നോക്കിയാൽ, √5 കൊണ്ട് ഹരിക്കാൻ നോക്കിയാൽ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു വലിയ റൂട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് 10/5 ചെയ്യുക. അപ്പോൾ എന്താവും? √2 എന്നാവും. ഓക്കെ, 10/5 2ആണ്. സോ √2 എന്നായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗുണനവും ഹരണവും വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എന്ത് വന്നു? 8√2 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഇവിടെ ഇപ്പോൾ ഈ 4ഉം ഈ 2ഉം കൂടെ ഗുണിക്കാം. അപ്പോൾ 8ആയി. 8√2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ കിട്ടി. അപ്പോൾ ഇതാ നോക്കൂ, ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ ഒരു സ്ക്വയർ ഇവിടെ ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ 4 മൂലകളും എന്താണ്? നമ്മുടെ ഈ വൃത്തത്തിന്മേലാണ്. ഓക്കെ, ഇനി എന്താണ്? ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൃത്തത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചതുരത്തിൻ്റെ വികരണത്തിനോട് തുല്യമാണ്. ചതുരത്തിൻ്റെ വികരണത്തിനോട് ഡയഗണലിനോട് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയമീറ്റർ 8√2 ആണെങ്കിൽ ഇവിടെ ഈ വികരണം എത്ര തന്നെയാണ്? 8√2 ആണ്. അപ്പോൾ എന്ത് കിട്ടി? സമചതുരത്തിൻ്റെ വികരണം കിട്ടി. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്താ? വികരണം കിട്ടിയാൽ പരപ്പളവ് എന്താ? ഇക്വേഷൻ നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികരണം തന്നാൽ, ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നാൽ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ½ d² ആണ്. ഓക്കെ, ഇത് ഡയഗണലിൻ്റെ നീളം ½ d² = ½ × d എത്രയാണ്? 8√2 ഹോൾ സ്ക്വയർ = ½ × 8√2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ എഴുതുക, 64. √2ൻ്റെ സ്ക്വയർ എന്താ? 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഈ 2ഉം ഈ 2ഉം കട്ടായി 64 സെൻറ്റിമീറ്റർ² എന്ന് വന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വികരണം കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്താ പരപ്പളവ് കാണാം? എന്ത് ചെയ്താൽ മതി? ½ d². ഇവിടെ ഡിയുടെ അവിടെ എന്ത് കൊടുക്കുക? വികരണത്തിൻ്റെ നീളം കൊടുക്കുക. ഇനി ആലോചിക്കുക, ഇവിടെ ഇങ്ങനൊരു ഫിഗർ തരാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ വ്യാസം എന്ന് പറയുന്നതായിരിക്കും ഈ സമചതുരത്തിൻ്റെ വികരണം. അപ്പോൾ വ്യാസം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വികരണം 8√2 ആണ്. അപ്പോൾ വികരണം 8√2 ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പരപ്പളവ് കണ്ടുപിടിച്ചു. അപ്പോൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അഭിന്നക സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും അറിയണം, ഗുണിക്കാനും ഹരിക്കാനും അറിയണം. ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് വൈകുന്നേരം 7:30-ക്കുള്ള ബമ്പർ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 7:30 ആകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഏഗൻ ക്ലാസ് 9 ചാനലിലോട്ട് വരിക. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ബമ്പർ മാരത്തോണിൽ സെറ്റാക്കാം. നാളത്തെ മാത്സ് എക്സാം അടിപൊളിയായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.